നിങ്ങളുടെ കൂട്ടുകാർ ലക്ഷങ്ങൾ കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ കളിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് ഒരു 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പോലും പേടിയാണ്. അതേസമയം ചിലർ പൈസ കയ്യിൽ കിട്ടിയാൽ അപ്പോൾ തന്നെ അടിച്ചു പൊളിച്ചു തീർക്കുന്നു. മറ്റു ചിലർക്ക് അത് ബാങ്കിൽ പൊട്ടി വെച്ചാലേ സമാധാനമുള്ളൂ. എന്തുകൊണ്ടാണ് പൈസയുടെ കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ വെവ്വേറെ രീതിയിൽ ചിന്തിക്കുന്നത്? ഇതിന് പിന്നിലൊരു കിടിലൻ സൈക്കോളജി ഉണ്ട്. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു കളർഫുൾ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്തുകൊണ്ടാണ് ഒരേ വീട്ടിൽ വളർന്ന സഹോദരങ്ങൾ പോലും പണത്തിനോട് രണ്ട് തരം കാഴ്ചപ്പാടുണ്ടാകുന്നതാണ്. ഇതിൻ്റെ ഉത്തരം കിട്ടിയാൽ നിങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാകും, ഞാൻ ഗ്യാരണ്ടി. സിമ്പിളായി പറഞ്ഞാൽ, ഒരേ സാമ്പാർ രണ്ടു പേർക്ക് രണ്ട് രുചിയായിരിക്കും. അതുപോലെ തന്നെയാണ് പൈസയുടെ കാര്യവും. നമ്മുടെ പണത്തോടുള്ള ചിന്തയെ രൂപപ്പെടുത്തുന്നത് നമ്മുടെ വായിച്ച പുസ്തകങ്ങളോ ഒന്നുമല്ല, നമ്മുടെ ജീവിതാനുഭവങ്ങളാണ്. ഒരു ഉദാഹരണം പറയാം. ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പാടും പട്ടിണിയും കണ്ടു വളർന്ന ഒരാളെ സങ്കല്പിക്കുക. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുന്ന ഓരോ രൂപയ്ക്കും ജീവൻ്റെ വിലയായിരിക്കും. റിസ്ക് എടുക്കാൻ പേടിയായിരിക്കും. കാരണം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ പോയാൽ വീണ്ടും ആ പഴയ കാലത്തേക്ക് തിരിച്ചു പോകേണ്ടി വരുമോ എന്ന ഭയം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടാവും. ഇനി സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചു വീണ ഒരാളുടെ കാര്യം നോക്കാം. പണത്തിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും അറിയാത്ത ഒരാൾ. അദ്ദേഹത്തിന് പൈസ എന്നാൽ അടിച്ചു പൊളിക്കാനും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനുമുള്ള ഒരു ടൂൾ മാത്രമായിരിക്കും. നഷ്ടം വന്നാലും താങ്ങാൻ ആളുണ്ട് എന്ന ധൈര്യത്തിൽ വലിയ റിസ്കുകൾ എടുക്കാൻ അവർക്ക് ഒരു മടിയും ഉണ്ടാകില്ല. കണ്ടോ, ഇവിടെ ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് പറയാൻ പറ്റില്ല. രണ്ടുപേരും ശരി. കാരണം അവരുടെ തീരുമാനങ്ങൾക്ക് പിന്നിൽ അവരുടെ ജീവിതാനുഭവങ്ങളാണ്. നമ്മളെടുക്കുന്ന ഫിനാൻഷ്യൽ തീരുമാനങ്ങൾ വെറും കണക്കുകളല്ല, അതിൽ നമ്മുടെ പേടിയും ആഗ്രഹവും സ്വപ്നവും ഓർമ്മകളും എല്ലാം കലർന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇതാണ്: മറ്റൊരാളുടെ തലവേദനയ്ക്കുള്ള മരുന്ന് നമ്മുടെ തലവേദനയ്ക്ക് കഴിച്ചാൽ ശരിയാകില്ല. അതുപോലെ തന്നെയാണ് ഫിനാൻഷ്യൽ പ്ലാനും. നിങ്ങളുടെ കൂട്ടുകാരൻ ഒരു സ്റ്റോക്ക് വാങ്ങി ലക്ഷങ്ങൾ ഉണ്ടാക്കി എന്ന് കരുതി നിങ്ങളും അത് വാങ്ങിയാൽ അതുപോലെ ലക്ഷങ്ങൾ കിട്ടണമെന്ന് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇതാണ്: മറ്റൊരാളുടെ തലവേദനയ്ക്കുള്ള മരുന്ന് നമ്മുടെ തലവേദനയ്ക്ക് കഴിച്ചാൽ ശരിയാകില്ല. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പ്ലാനും. നിങ്ങളുടെ കൂട്ടുകാരൻ ഒരു സ്റ്റോക്ക് വാങ്ങി ലക്ഷങ്ങൾ ഉണ്ടാക്കി എന്ന് കരുതി നിങ്ങളും അതും വാങ്ങി അതുപോലെ തന്നെ ലക്ഷങ്ങൾ കിട്ടണമെന്ന് യാതൊരു ഉറപ്പുമില്ല. കാരണം നിങ്ങളുടെയും അവൻ്റെയും സാഹചര്യം വെവ്വേറെയാണ്. റിസ്ക് എടുക്കാനുള്ള കഴിവ് വേറെയാണ്. പണത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ വേറെയാണ്. അതുകൊണ്ട് ഇനി നിങ്ങളുടെ പൈസ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനോ എന്തെങ്കിലും വാങ്ങാനോ തീരുമാനിക്കുമ്പോൾ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നതെന്ന് നോക്കരുത്. പകരം നിങ്ങളോട് തന്നെ ചോദിക്കുക: എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? എൻ്റെ ഭാവിയിലെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ തീരുമാനമെടുത്താൽ രാത്രി എനിക്ക് സമാധാനമായി ഉറങ്ങാൻ പറ്റുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ കണ്ടെത്തിയാൽ നിങ്ങളെടുക്കുന്ന തീരുമാനം നിങ്ങൾക്ക് എപ്പോഴും ശരിയായിരിക്കും. നിങ്ങളുടെ പണത്തോടുള്ള ചിന്തയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു കുട്ടിക്കാല അനുഭവം കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.